എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു നല്ല വീഡിയോ ആണ് കേട്ടോ. ഇതിന് ഇരുമ്പമ്പുളി എന്ന് പറയാറുണ്ട്, ഓർക്കാപ്പുളി എന്ന് പറയാറുണ്ടെന്ന് തോന്നും. വേറെ ഏതെങ്കിലും പേരിൽ ഈ ഒരു പുളിയെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇത് ഒരുപാട് കഴിക്കുന്നത് അത്ര നല്ലതല്ല, നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കുക, അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഇത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ പറ്റുന്ന ഒരു 2-3 കാര്യങ്ങളാണ് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ പഴുത്തതുകൊണ്ട് ചെറുതായിട്ട് പുളി വന്നത് തുടങ്ങിയതുകൊണ്ട് നല്ലപോലെ വിളഞ്ഞതുകൊണ്ട് കേട്ടോ. അത് ഇതിനെ നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. പല രീതിയിലാണ് ഇത് നമ്മൾ പല നാടുകളിലെ പേരിലറിയപ്പെടുന്നതും പല രീതിയിലുള്ള ഉപയോഗങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമ്മൾ ഇരുമ്പമ്പുളി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് അച്ചാറിടും, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഉപ്പും കൂട്ടി കഴിക്കുകയും ചെയ്യും. അന്നേരം ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ആ ഒരു അഴുക്കും പൊടിയൊക്കെ മാറ്റിയെടുക്കാം. അതിൽ നിന്ന് നല്ലപോലെ പഴുത്തത് അല്ലെങ്കിൽ ചീത്തയായി തുടങ്ങിയിട്ടുള്ള പുളികളെ നമുക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ കുക്കറിലോട്ട് ഞാൻ അധികം നല്ലതല്ലാത്ത ചീത്തയായി തുടങ്ങിയിട്ടുള്ള നല്ല പഴുത്തയായിട്ടുള്ള പുളികൾ നമ്മൾ എടുത്തിടുന്നുണ്ട്. ഇതിപ്പോൾ വേറൊരു പ്രത്യേകത വെച്ചാൽ ഒട്ടും മൂർച്ചയില്ലാത്ത കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു പുളി കട്ട് ചെയ്യുകയാണെങ്കിൽ അവസാനം നല്ല മൂർച്ച കിട്ടും ഈ ഒരു കത്തിക്ക് കേട്ടോ. അത് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. പുളിച്ച മാങ്ങയാണെങ്കിൽ പുളി കൊണ്ട് നമ്മൾ അരിയുമ്പം അത് നല്ലൊരു ഇത് കിട്ടും. അന്നേരം ഈ ഒരു കുക്കറിലേക്ക് നമ്മൾ 10 രൂപയുടെയോ അല്ലെങ്കിൽ 5 രൂപയുടെയോ പാത്രം കഴുകുന്നൊരു സോപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കല്ലുപ്പ്, കൃത്യമായിട്ട് കണക്കൊന്നുമില്ല കല്ലുപ്പിന് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടി. എന്നിട്ട് ഇതിനെ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് 2-3 വിസിലടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിനി ഈ ഒരു കുക്കർ തുറന്ന് നോക്കിയാൽ മതി. തുറന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ കിട്ടും. നമ്മളിനി കൈ കൊണ്ടൊന്ന് ആ ഒരു സോപ്പൊക്കെ കറക്റ്റ് രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനും വേണ്ടി നമ്മൾ കൈ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. അന്നേരം സോപ്പൊക്കെ നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ. അന്നേരം ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മൊത്തമായിട്ട് ഒഴിക്കേണ്ട, അരയ്ക്കാനുള്ളത് മാത്രം, ലിക്വിഡ് രീതിയിലുള്ളത് കുറച്ച് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. അന്നേരം ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ കുക്കർ കണ്ടല്ലോ, കുക്കറിൻ്റെ അടിവശവും നമ്മൾ ആ ഒരു പുളി ഇടാത്ത ഭാഗവും പുളി ഇട്ട ഭാഗവും തമ്മിൽ ഉണ്ടില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ തന്നെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല കറയുള്ളൊരു കുക്കറായിരുന്നു കേട്ടോ. അതിന് അത്രയും ക്ലീനായി കിട്ടും. പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിൻ്റെ ആ ഒരു ബ്ലേഡിന് നല്ല ഒരു മൂർച്ച കിട്ടും. അതുപോലെ തന്നെ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കൊക്കെ മാറി നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ചെയ്യുന്നിടത്തെല്ലാം നല്ലൊരു ക്ലീനിങ് രീതിയിലോട്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റും. പ്രത്യേകിച്ച് പാത്രം കഴുകുന്ന സോപ്പും കൂടെ ആകുമ്പോഴത്തേന് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അത് ഇതിന് നമ്മൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിക്കുമ്പോൾ അത് കറക്റ്റ് രീതി കിട്ടാത്തതുകൊണ്ട് ഞാനൊരു പഴയ തോർത്തിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അന്നേരമാണ് കറക്റ്റായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ പായ്ക്കാണെങ്കിലും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തുണിയിൽ, പ്രത്യേകിച്ച് തോർത്തിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നല്ല രീതിയിലത് കിട്ടും. അതിന് നമുക്ക് നല്ല പോലെ പിഴിഞ്ഞെടുക്കാം. ഈ ഒരു ലിക്വിഡ് നമുക്ക് 2-3 കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യത്തിനനുസരിച്ച് മാത്രം പുറത്തെടുത്ത് വെച്ചാൽ മതി. ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എത്ര കടുത്ത കറയും നമുക്ക് ക്ലീനായി കിട്ടും. ബാത്റൂമിലെയൊക്കെ ടൈലിലെ കറ, ക്ലോസറ്റിലെ കറ, അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഉരച്ച് കഴുകാൻ ഭയങ്കര പാടുള്ളതും, ഉരച്ച് കഴുകേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കൈയുടെ മുട്ട് വേദന, തോളലിനൊക്കെ ഭയങ്കര വേദനയുള്ളൊരു കാര്യമാണ്. ഇങ്ങനത്തുള്ള ലിക്വിഡൊക്കെ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട്, ഇനിയിപ്പോൾ എത്ര കടുത്ത കറയാണെങ്കിലും ഇത് ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റിന് ശേഷം ഇന്ന് കഴുകുകയാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അതിന് പ്രത്യേകിച്ച് വേറെ മണത്തിന് വേണ്ടി നാരങ്ങ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യം, നാരങ്ങയുടെ തോലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ മിക്സി ജാറൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. കഴുകിയെടുക്കുമ്പോൾ നല്ല ഇതുണ്ട്, ആ ഒരു ബ്ലേഡിന് മൂർച്ചയും കിട്ടും. പിന്നെ ഇനി ഇതിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോഴത്തേന് ഇതൊരു കറക്റ്റ് രീതിയിലോട്ട് നല്ലൊരു ലിക്വിഡ് കേട്ടോ ഏടായിട്ട് കിട്ടും. ഇതിപ്പോൾ എത്ര പൈസ കൊടുത്താലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ഇങ്ങനൊരു ലിക്വിഡ് കിട്ടില്ല. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ലിക്വിഡാണ് കേട്ടോ. നല്ല പവർഫുൾ എന്ന് പറയുന്നത് വെറുതെ അല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത്രമാത്രം കടുത്തതായിട്ടുള്ള ഏത് കറയും നിമിഷ നേരം കൊണ്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ലിക്വിഡാണ്. ഈ ഒരു ലിക്വിഡ് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കുപ്പിയിലോട്ട് മാറ്റാനും വേണ്ടി. ചെറിയൊരു കുപ്പിയിലോട്ടാക്കി പുറത്ത് വെച്ചിട്ട് അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ആവശ്യത്തിനനുസരിച്ച് മാത്രം പുറത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അത് ഞാനിപ്പം ഇത് ഒരുപാട് ഞാൻ തയ്യാറാക്കിയിട്ടില്ല, കുറച്ച് പുളി മാത്രമുള്ളായിരുന്നു. ഈ ഒരു പുളി കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഒന്നാമത്തെ
മൂന്നാമത്തെയാണ് പറയുന്നത് ഈ ഒരു ലിക്വിഡ്. കാരണം അതിൽ ചീത്തയായിട്ടുള്ള പുളികൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 2 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാനൊരു കുപ്പിലോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കുപ്പിലേക്കുള്ള ഇതേ ഉള്ളൂ, ലിക്വിഡേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറേയേറെ പുളിയൊക്കെ കിട്ടുന്ന സമയമുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പം പുളിമരം ഉണ്ടെങ്കിൽ വെറുതെ ഇത് പഴുത്തു പോവും. ചിലപ്പോൾ നല്ല രീതിയിൽ കായ്ക്കുന്ന പുളികളായിരിക്കും. വെറുതെ ഇതിങ്ങനെ പൊഴിഞ്ഞു പോകുന്നതിലും ഭേദം ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ക്ലീനിങ്ങിനായിട്ട് വേറൊരു ലിക്വിഡ് വേണ്ട, വെറും 5 രൂപയുടെ സോപ്പോ അല്ലെങ്കിൽ 10 രൂപയുടെ സോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. സോപ്പിന് പകരമായിട്ട് ലിക്വിഡ് ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പവർഫുള്ളായിട്ടുള്ള ലിക്വിഡാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അടുക്കളയിലെ ടൈൽസിലെ ഇപ്പം നമ്മൾ എത്ര വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾക്ക് സമയം കിട്ടാതോ അല്ലെങ്കിൽ പഴയ ടൈലാണ് കേട്ടോ. അത് ഇതിൻ്റെ ഈ ഇടവശങ്ങളിലൊക്കെ നല്ല രീതിയിൽ കറുത്ത കറയുണ്ട്. നമ്മളിങ്ങനെ ഉരച്ച് കഴുകണം. അത് കഴുകിയാലും ഒരു ദിവസം നമ്മൾ കഴുകാതിരുന്ന വീണ്ടും അതേ രീതിയിലായിട്ട് വരും. ബാത്റൂമിൻ്റെ ടൈലിൽ ഒക്കെ ഉള്ള അഴുക്കുകൾ എവിടെ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടോ പാത്രം കഴുകാൻ ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. കരിക്കലമൊക്കെ കഴുകുമ്പോൾ നമ്മൾ ഒരുപാട് സ്ക്രബ്ബറൊന്നും ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചാൽ മതി. പാത്രം കഴുകാനാണെങ്കിലും ബാത്റൂമിൻ്റെ ടൈൽസിലാണെങ്കിലും വാഷ് ബേസിനിലെ ടാപ്പിൽ ഇതുപോലുള്ള ക്ലീനിങ്ങിനായിട്ട് എന്ത് ക്ലീനിങ്ങിനും ഇതൊരു നല്ല സൊല്യൂഷനാണ് കേട്ടോ. ഈ ഒരു ലിക്വിഡ് നല്ല രീതിയിൽ അത് ക്ലീനായി കിട്ടും. ആ ഒരു കടുത്ത കറയൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിന് ഇത്ര ഒരു തെളിച്ചമേ വരത്തുള്ളൂ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു പഴയ ടൈലായതുകൊണ്ട് കേട്ടോ. അത് ഇനിയിപ്പം നമ്മൾ സാധാരണ മീൻ കറി അല്ലെങ്കിൽ മോര് കാച്ചുന്നത്, അങ്ങനെ പുളി ഉപയോഗിക്കുന്ന ഏത് കറിയിലും ഈ ഒരു ഇരുമ്പൻ പുളി ഉപയോഗിക്കാം. 1 2 അല്ലെങ്കിൽ 3 അത്ര മതി. ഭയങ്കര പുളി ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് വരുത്താവുന്നതാണ് കേട്ടോ. അതിൻ്റെ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പം പച്ച അരച്ച മീൻകറിയാണ്, മീൻകറി അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ തേങ്ങയും ചുമന്നുള്ളിയും ജീരകവും വെളുത്തുള്ളിയും ചേർത്തിട്ട് അരച്ചിട്ട് മോര് പോലെ കാച്ചിയെടുക്കും, പുളിക്കറി എന്ന് പറയും. അതും നമ്മൾ പലരും പല രീതിയിൽ തയ്യാറാക്കും കേട്ടോ. കറികളിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറുകൾ പല രീതിയിൽ ഇരുമ്പുളി വെച്ചിട്ടുള്ള അച്ചാറുകൾ നമ്മൾ തയ്യാറാക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു അച്ചാറാണ് കേട്ടോ. ഇരുമ്പുളി ഉപയോഗിച്ചിട്ട് കുറേ നാളത്തിന് ഈ രീതിയിൽ ഇരുമ്പുളി നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ ഇരുമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളക് അരപ്പ്, സാധാരണ സിമ്പിൾ അരപ്പാണ്. ഏത് കറിക്കും രുചി കൂട്ടുന്ന അരപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച അരച്ച തേങ്ങയുടെ കൂട്ടത്തിൽ ആ ഒരു തേങ്ങ, ചുമന്നുള്ളി, ഉലുവ, വെളുത്തുള്ളിയോ ഇഞ്ചിയോ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത്രയും ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് നമുക്ക് മീൻകറിയോ തയ്യാറാക്കാം. പച്ചക്കറികളിൽ തന്നെ മീൻകറിയുടെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ തയ്യാറാക്കാം. അതിലേക്ക് ഇങ്ങനത്തുള്ള പുളികളൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ 2 സൈഡും കട്ട് ചെയ്തിട്ടുള്ള കുറേയേറെ ഇരുമ്പൻ പുളി ബാക്കി വന്നിട്ടുള്ള കുറച്ച് പുളിയേ ഉള്ളായിരുന്നു. അതിനെ 3 രീതിയിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് 3ാമത്തെയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ അധികം പഴുക്കാത്തതും ഒരുപാടങ്ങ് പിഞ്ചും അല്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല വെള്ളഞ്ഞായിട്ടുള്ള പുളികളെ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഉപ്പ് കൂട്ടി കഴിക്കാൻ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. ഈ രീതിയിൽ നമ്മൾ പുളികൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പുളി ഇല്ലാത്ത സമയത്തും നമ്മൾ മീനകത്തിടാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു വാഴയിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുപ്പോ പൊടിയുപ്പോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെയിലത്ത് വെച്ചിട്ട് നല്ല പോലെ ഉണക്കും. ഇപ്പം നല്ല ചൂടുള്ളൊരു സമയമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും നിമിഷ നേരമല്ല, ഏതാനും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ പുളിയൊക്കെ ഉണങ്ങിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നത്, കാരണം ഫുള്ള് വെള്ളമല്ലേ, പുളിനീരായതുകൊണ്ട്. ഞാനിതിലേക്ക് പൊടിയുപ്പോ കല്ലുപ്പോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ഉണക്കിയെടുക്കാം, അല്ലെങ്കിൽ പച്ചമുളകും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അന്നേരം ഈ ഒരു പുളിക്ക് ഒരു എരിവിൻ്റെ ടേസ്റ്റും കൂടെ വരും. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അതിൻ്റെ ഒരു 2-3 ദിവസത്തിന് ശേഷം എന്നിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് രീതിയിലേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ. ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ഒരു പുളിയൊക്കെ കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ വീടുകളിൽ ഒരുപാട് ഇങ്ങനെ പഴുത്ത് പോകുന്നതിലും ഭേദം ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിന് നമുക്ക് അച്ചാറാണ് ഇടുന്നത് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അച്ചാറായിട്ട് വെക്കാം. ഇത് നമുക്ക് മീനകത്തും അല്ലെങ്കിൽ പുളികൾ ചേർക്കുന്ന എന്ത് കറികൾക്ക്, ചമ്മന്തിക്കൊക്കെ അരയ്ക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ കേടായി പോകത്തില്ല. നല്ലപോലെ ഉപ്പിട്ട് ഉണക്കുന്നതുകൊണ്ട് തന്നെ ഇത് അച്ചാർ രീതിയിലാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ അച്ചാറിന് ചേർക്കുന്ന വെളുത്തുള്ളി, കായപ്പൊടി, മുളക്
മുളക് പൊടി അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെണ്ണയിലും ചേർക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് അവസാനം ഈ ഒരു പുളിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതും ഭയങ്കരമായിട്ട് കായ്ക്കുന്നൊരു കാര്യമാണ് ഈ ഒരു ഇരുമ്പമ്പുളി. അത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കാം. നമുക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ചെയ്ത് നോക്കണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.